മനോഹരമായി കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് സംഭാവന നൽകിയവർക്ക് പ്രവർത്തിച്ചവർക്ക് ദുആ ചെയ്ത് അതിവേഗം ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രണ്ട് ചാലഞ്ചുകളാണ്. നമ്മൾ അനുഭവിക്കുന്ന ഒന്നാമത്തെ വെല്ലുവിളി പെട്ടെന്നുള്ള മരണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ മഹലിൽ നിന്ന് വിട പറഞ്ഞു പോയ സെറീന എന്ന സഹോദരി എത്രമേൽ വലിയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ഒരു സ്ത്രീയായിരുന്നു. എല്ലാം ഒതുക്കി വെച്ച് ഇന്ന് പള്ളിപ്പറമ്പിലാണുള്ളത്. കുറച്ചു മുമ്പ് 4 മക്കളെ വിട്ടേച്ചുകൊണ്ട് കടന്നുപോയ ആരിഫ എന്ന സഹോദരിയെ ഞാൻ ഓർക്കുകയാണ്. ഖത്തറിൽ വെച്ച് അൻസിൽ എന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞൊരു വർഷം തികഞ്ഞിട്ടില്ല. ഇന്നവൻ ഖബറിലാണ്. നമ്മുടെ നാട്ടിൽ പോലും പെട്ടെന്നുള്ള മരണം ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. ഈ പ്രഭാഷണം നടത്തുന്ന ഞാൻ, ശ്രവിക്കുന്ന നിങ്ങൾ നാളെ ഉണ്ടാകുമോ എന്ന് ഒരു തര ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള മരണം ഇതൊരു വല്ലാത്ത ദുരന്തം തന്നെയാണ്. ഒന്നും പ്രവചിക്കാനാകുന്നില്ല. വളരെ ആവേശത്തോടെ നടന്നവർ നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്രിയപ്പെട്ട മാലിക് മോൻ എത്ര ചെറിയ കുട്ടിയായിരുന്നു. കളിച്ച് ഓടി ആർത്തുല്ലസിച്ച് തുരുതുരാ നടക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ വിളി വന്നു. ഇന്ന് പൊന്നുമോൻ ഖബറിലാണ്. എറണാകുളത്ത് വെറും 10 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചോമന പയ്യൻ തന്റെ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോ തലക്ക് വേദന വന്നു. ഉമ്മയോട് പറഞ്ഞു, ഹെഡേക്ക് ഉണ്ട്. ഉമ്മ ബാമ് പുരട്ടി ശമിപ്പിക്കാൻ ശ്രമിച്ചു, മാറുന്നില്ല. പിന്നെ ഗുരുതരമാണെന്ന് മനസ്സിലായി. എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വിട പറഞ്ഞ ആ കുട്ടിയുടെ വയസ്സ് 10 ആയിരുന്നു. ഇത് ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. ഒന്ന് തൗബ ചെയ്യാനോ ഒന്ന് മാറി ചിന്തിക്കാനോ സമയമില്ലാത്ത വിധം മെഡിക്കൽ സയൻസ് പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചെറുപ്പക്കാർക്കിടയിൽ, വലിയവർക്കിടയിൽ അതിദുരന്തമായി പെട്ടെന്നുള്ള മരണം. ഫുജഅത്തുൽ മൗതി മിൻ അലാമാത്തിസ് സാഅ. അന്ത്യനാളെത്തിയാൽ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമത്തേതോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ലോകമെങ്ങാനും കിടകിടാ വിറച്ചാൽ അൽ ഖാരിഅതു മൽ ഖാരിഅ, ലോകം തന്നെ തകർന്നടിയുന്ന ദിവസമെന്നൊക്കെ പറയുന്ന അന്ത്യനാളുണ്ടോ? നമ്മളിലേക്ക് ഇപ്പോൾ വരികയല്ല, പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ ശാസ്ത്ര നിരീക്ഷണ പര്യവേക്ഷണങ്ങൾ പറയാറുള്ള നാസയുടെ കുറച്ച് കാലം മുമ്പുള്ള റിപ്പോർട്ട് ഈ ലോകം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ഈ ലോകം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. ശരിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, കിതാബിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്ന കാലത്ത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ചിലതൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾ പോലും ചിന്തിച്ചിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പൊന്നുമോൻ ഉമ്മയെ വ്യഭിചരിക്കുന്ന കാലം വന്നാൽ അന്ത്യനാളിനെ കാത്തുകൊള്ളണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജില്ലയിലെ ഒരു കൗൺസിലറാണ് എന്നോട് പങ്കുവച്ചത്. ഒരു ഉമ്മ പരാതി വിടുന്നത് പ്രിയപ്പെട്ട മോനെ പറ്റിയാണ്. ആ മോനാണ് അവിഹിതമായ ബന്ധത്തിന് തന്നെ സമീപിക്കുന്നത്. ഞാൻ പറയുന്നത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ട് കണ്ട ദുരന്തം ലോകത്താകെ സംഭവിക്കാൻ പോവുകയാണ്. അന്ത്യനാൾ നമ്മളിലേക്ക് അടുക്കുന്നുവെന്ന് ഖുർആൻ, ഹദീസ്, ശാസ്ത്രം എല്ലാവരും തുറന്നു പ്രഖ്യാപിച്ച അതിദാരുണമായ ഒരു കാലഘട്ടത്തിലാണ് പൊന്നമ്മമാരെ, പ്രിയപ്പെട്ട ഈ കാക്കമാരെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന് പെട്ടെന്നുള്ള മരണം, 2 അന്ത്യനാൾ. നമുക്കെങ്ങനെ ഒരുങ്ങാം? 2 ഒരുക്കങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ ഒരുക്കം, പണക്കാട്
സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും നമ്മുടെ ഖാദിയായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ പ്രിയപ്പെട്ട പിതാവായ പൂക്കോയ തങ്ങൾ പാപ്പ നടത്തിയ ഒരു ഒരുക്കമുണ്ട്. അതൊരു വല്ലാത്ത ഒരുക്കമാണ്. ആ ഒരുക്കം നടത്താൻ നമ്മൾ തയ്യാറാവണം. എന്താണ് ഒരുക്കം? തങ്ങൾ പാപ്പാന്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, ഇന്നാലിന്ന ബാങ്കിൽ ഒരു ജോലി കിട്ടാൻ എനിക്ക് സാധ്യതയുണ്ട്, തങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ മാത്രം കിട്ടിയാൽ മതി. തങ്ങൾ പാപ്പ, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്താൽ ഇന്നാലിന്ന ബാങ്കിൽ എനിക്ക് ജോലി കിട്ടും, നിങ്ങളൊന്ന് സൈൻ ചെയ്തു തരുമോ? പൂക്കോയ തങ്ങൾ പാപ്പ ചെറുപ്പക്കാരനെ തന്റെ വീട്ടിന്റെ അകത്താളത്തിലേക്ക് കൊണ്ടുപോയി നല്ല പലഹാരങ്ങൾ കൊടുത്തു, ചായ കൊടുത്തു, പിന്നെയും പിന്നെയും അന്നം കഴിക്കാൻ പറഞ്ഞു. എല്ലാം കഴിച്ച് മധുര പലഹാരങ്ങൾ കഴിച്ച് ആ ചെറുപ്പക്കാരന് സംപ്രീതി അടഞ്ഞു നിൽക്കുമ്പോ പൂക്കോയ തങ്ങൾ പാപ്പ ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചുകൊണ്ട് കൊടപ്പനക്കൽ തറവാടിന്റെ കവാടത്തിലേക്ക് പോയിട്ട് ആ ചെറുപ്പക്കാരനെ പുറത്തോട്ട് തള്ളിയിട്ട് പറയുകയാണ്, പടച്ചോൻ ഹറാമാക്കിയത് ചോദിച്ച് പൂക്കോയാന്റെ വീട്ടിലേക്ക് വരരുത് കേട്ടോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് ഒന്നാമത്തെ ഒരുക്കം. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നമുക്ക് നല്ല ട്രിപ്പിന് പോവാം, നമുക്ക് ആസ്വാദനങ്ങളാകാം, സന്തോഷങ്ങളാകാം. പക്ഷേ പടച്ചവൻ വരച്ചൊരു വരയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ പാടില്ല. പലിശ ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, അശ്ലീല വീഡിയോ ഹറാമാണ്. അടുത്തു പോകരുത് മക്കളെ. കാരണം തൗബ ചെയ്യാൻ പോലും സമയമില്ല. അസ്രാഈൽ വരുന്നു, റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഈ കൽപ്പള്ളിയിൽ എത്ര ആവേശത്തോടെ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് തന്റെ വിദ്യാലയത്തിലേക്ക് പോകുമ്പോ ആക്സിഡന്റായി മരിച്ചത്. തെറ്റുകാരനാണെങ്കിൽ തൗബ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടോ? വലിയൊരു ചാലഞ്ച് അതാണ്. തൗബക്കുള്ള സമയം പോലും ഇല്ല. ഈ പറയുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ ഈ രാത്രി പൂർത്തീകരിക്കുമോ എന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതിജ്ഞ യഥാകണം, അള്ളാഹു ഹലാലാക്കിയതെടുത്ത് ഹറാമിൽ നിന്നും മാറാൻ സാധ്യമാകണം. അതൊരു ശക്തമായ ഡിറ്റർമിനേഷൻ ആവണം. എന്ത് ചിന്തിച്ചാ മതി എന്നറിയോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും, ആനന്ദം ഉണ്ടായിരിക്കും, ലാഭങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഖുർആനാണ് പറഞ്ഞത്, ചെയ്തവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോ 20 വർഷത്തിന് ശേഷമായിരിക്കും, ചിലപ്പോ 10 വർഷത്തിന് ശേഷമായിരിക്കും. അള്ളാഹു നിരോധിച്ചത് ചെയ്തിട്ടുണ്ടോ? ഉപ്പ് തന്നാൽ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചേർത്ത് പറയുകയാണ്, നിസ്കാരം ഖളാ ആക്കൽ ശക്തമായ ഹറാമ് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഒരു വലിയ ഹറാമാണ് ഇന്ന് സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലർ പറയും ജോലിയാണ്, യാത്രയാണ്, കല്യാണമാണ്. നമുക്ക് നിസ്കാരം ഖളാ ആക്കാൻ മറന്നതാണെങ്കിൽ അല്ലാഹുവിനോട് കാരണം പറയാം, ഉറങ്ങിപ്പോയതാണെങ്കിൽ റബ്ബിനോട് കാരണം പറയാം. എന്റെ ജോലി തിരക്കായിരുന്നു, എന്റെ യാത്ര കൊണ്ടായിരുന്നു, എന്റെ വീട്ടിലെ ആഘോഷമായിരുന്നു, ഇതൊന്നും നിസ്കാരം ഖളാ ആക്കാനുള്ള കാരണമല്ലെന്ന് മനസ്സിലാക്കണേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ നിസ്കാരം ഖളാ ആക്കി ജോലിക്ക് പോയാൽ തൽക്കാലം അതിൽ ബർക്കത്ത് കിട്ടൂല. താൽക്കാലികമായ അഭിവൃദ്ധിയൊക്കെ തോന്നും, അതൊക്കെ വലിയ നാശത്തിലേക്കാണ്. നോ എക്സ്ക്യൂസ്, നോ കോംപ്രമൈസ്, നോ കോമ്പൻസേഷൻ. അതാണ് നിസ്കാരം. നോമ്പ് നോൽക്കാൻ സാധ്യമല്ലെങ്കിൽ
അരി മുദ്ദു കൊടുത്താൽ മതി, മുദ്ദു കൊടുത്താൽ നഷ്ടപരിഹാരമാണ്. നിസ്കാരത്തിനു പകരം നിസ്കാരം മാത്രമാണുള്ളത്. നിങ്ങൾ അപകടം സംഭവിച്ച് ആക്സിഡന്റ് സംഭവിച്ച് ഐസിയുവിലാണ്. നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ വുളു എടുത്തിട്ടില്ലെങ്കിലും ആ സമയത്ത് മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം. അത് നിസ്കാരത്തിന്റെ പ്രത്യേക റൂളാണ്. നിങ്ങൾ ഡ്രൈവറാവട്ടെ, നിങ്ങൾ കൂലിപ്പണിക്കാരനാവട്ടെ, സമയത്തെ മാനിച്ച് നിസ്കരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് വുളു എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് മടക്കി നിസ്കരിക്കുക എന്നല്ലാതെ ആ കാരണത്തിന്റെ പേരിൽ പോലും നിസ്കാരം കളാ ആക്കാൻ പാടുള്ളതല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഒന്നാമത്തെ ഡിറ്റർമിനേഷൻ അതാണ്. ഹറാം ചെയ്യാൻ എന്ന് കിട്ടൂല. നിസ്കാരം കളാ ആക്കാൻ ഒഴിവാക്കുന്നവരുടെ അവസ്ഥ പിന്നെ നമ്മൾ പറയേണ്ടതില്ലല്ലോ. കട്ട പുകയാണ്. ഫലാ ദീന ലഹു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബിന്റെ സദസ്സാണ്. പ്രതിജ്ഞക്ക് പവർ കൂടും. ഹറാമ് കാണാനും കേൾക്കാനും എന്ന് കിട്ടൂല. നിസ്കാരം കളാ ആക്കിക്കൊണ്ട് ഒരു കല്യാണ പരിപാടിയും എനിക്കില്ല എന്നുള്ള ശക്തമായ പ്രതിജ്ഞ കൊണ്ടേ വിജയമുള്ളൂ. കാരണം കളാ വിട്ടുന്നതിന്റെ മുമ്പ് മരണം സംഭവിക്കുന്ന കാലമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു മുന്നൊരുക്കം കൂടെയുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ മുന്നൊരുക്കം, ഈ നാട്ടിൽ എന്റെ കുടുംബത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടവരോട് എനിക്കൊരു പിണക്കവും ഉണ്ടാകില്ല. തീരുമാനെടുക്കണം. ഞാൻ മനസ്സിൽ വൈര്യം വെക്കുന്ന ഒരാളും ഉണ്ടാവില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങളുടെ സാഗരം തീർക്കുന്ന കാലമാണ്. നമ്മൾ പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മത്തിൽ എന്തു സംഭവിച്ചു? വീണ്ടും വീണ്ടും പിരിയാണ്. പിരിഞ്ഞോർത്തുനിന്ന് പിന്നെയും പിരിയാണ്. പിരിഞ്ഞത് പൂതി തീരാതെ ഒരു സൊഫിലുള്ള ആളുകൾ പോലും പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹബീബിന്റെ അനുയായികളാണെങ്കിൽ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത് ലാ യന്തഖിമു റസൂലുള്ളാഹ്. ഹബീബ് ഒരാളോടും പ്രതികാരം എടുക്കില്ലായിരുന്നു. തീരുമാനം എടുക്കാൻ കഴിയണം. അതാണ് ഹബീബിന്റെ ജീവിതം. നമ്മ കളിയാക്കിയവരുണ്ടാകും, നമ്മ കൊച്ചാക്കിയവരുണ്ടാകും, നമ്മ പരിഹസിച്ചവരുണ്ടാകും. പുറത്തു കൊടുക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം പിന്നീടൊന്ന് പൊരുത്തപ്പെടിപ്പിക്കാനോ പിന്നീടൊന്നും മാപ്പ് ചോദിക്കാനോ സമയമില്ല. ഒരുപക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ നബിദിന സമ്മേളനമായിരിക്കാം. ഒരു വർഷം മുമ്പ് നമ്മോടുകൂടെ റാലിക്ക് വന്നവരായിരുന്നു ഹംസക്ക ഇന്ന് 6 അടി മണ്ണിലല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി വളരെ സജീവമായിരുന്നല്ലോ. ചെറുപ്പക്കാരനാണ്. ഒരു ചെറിയ കുട്ടിയുടെ പിതാവായിരുന്നു. ഇന്ന് 6 അടി മണ്ണിലാണ്. ഇത് മരണത്തിന്റെ ഒരു വരവാണ്. ഭാര്യയോട് പൊരുത്തപ്പെടിപ്പിക്കാൻ സമയമുണ്ടാവില്ല. അയൽവാസിയോട് മാപ്പ് ചോദിക്കാൻ സമയമുണ്ടാകില്ല. ഉമ്മാന്റെ കാല് പിടിക്കാൻ സമയമുണ്ടാകില്ല. അതിന്റെ മുമ്പ് മരണം വരുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോവുക, സലാം പറയാ, പൊരുത്തപ്പെടിപ്പിക്കുക. പൊരുത്തപ്പെടിപ്പിച്ച് 1 വർഷം കഴിഞ്ഞ് നന്നാകാമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാലം നമ്മളോട് വിളിച്ചോതുകയാണ്. മരണം അതിവേഗം വരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയത്തിന്റെ ദൗർലഭ്യത എനിക്ക് ശരിക്കും ബോധ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഡിറ്റർമിനേഷൻ, ഹറാം ചെയ്യാൻ എന്നെ കിട്ടൂല. നിസ്കാരം കളാ ആക്കിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു ബിസിനസ് ഇല്ല, ഒരു ജോലിയില്ല, തൊഴിലില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, ഒരാളോടും പിണങ്ങരുത്. പിടിവാശി പാടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ തെറ്റി, ഇനി നമുക്ക് മിണ്ടാനും പറയാനും പൊരുത്തപ്പെടിപ്പിക്കാനും സമയമില്ല.
ഒരു ഭാഗത്ത് അന്ത്യനാൾ, മറ്റൊരു ഭാഗത്തുള്ളത് പെട്ടെന്നുള്ള മരണം. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ചെറിയൊരു ദുആ നടത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഈ റബീഇന്റെ സന്ദേശമാണ്. ഈ വിശുദ്ധമായ ഇഷ്കേ മദീനയിൽ എനിക്ക് വിളംബരം ചെയ്യാനുള്ള അതിമനോഹരമായ ഒരു ഹദീസ് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്ബിബ് ഹബീബക ഹൗനമ്മ. നീ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാളെ മിതമായി സ്നേഹിച്ചാൽ മതി. ആർക്കും മനസ്സ് വറിച്ചു കൊടുക്കേണ്ട. നീ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നിനക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകും, കമ്പനിക്കാരുണ്ടാകും, രഹസ്യം പങ്കുവെക്കുന്നവരുണ്ടാകും. പക്ഷെ ഹബീബ് പറയുന്നു ഹൗനമ്മ, മിതമായി സ്നേഹിച്ചാൽ മതി. നാളെ നിന്റെ ഹബീബ് ഒരു പക്ഷെ നിന്റെ ശത്രുവായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ മിഡിൽ ലെവൽ, ഒരു മോഡറേഷൻ ലെവലിലുള്ള സ്നേഹം മതി. നിങ്ങളുടെ കൂട്ടുകാരോട്, ബന്ധക്കാരോട് മിതമായ സ്നേഹം മതിയെന്ന് ലോകനായകനെ മുഹമ്മദ് മുസ്തഫ നമ്മൾ അംഗീകരിച്ചു. അതിനോട് ചേർത്ത് പറയുകയാണ്, നിനക്കൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ, വൈര്യമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ ഹൗനമ്മ, ഒരു മിതമായ രൂപത്തിൽ ദേഷ്യം വെച്ചാ മതി. അവന് തകരട്ടെ, അവന്റെ ബിസിനസ് പൊട്ടുന്നത് കണ്ട് സന്തോഷിക്കുക, അവന്റെ ജീവിതത്തിൽ രോഗം വരുന്നത് കണ്ട് സന്തോഷിക്കുക. ഒന്നും ചെയ്യണ്ട. ശത്രുത ചിലപ്പോ മനസ്സിൽ വരും. ഹൗനമ്മ, അതൊരു പരിധിയിൽ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അവനെ കാണാനേ പറ്റൂല. അവനെ കാണുമ്പോ തന്നെ ഒരു നെഗറ്റീവ് എനർജി, അവനോടൊരു വല്ലാത്ത വെറുപ്പ്, അവനോടൊപ്പം കൂടുന്നവരോടും വെറുപ്പ്. അതൊന്നും വേണ്ട. ഹൗനമ്മ, നീ ദേഷ്യപ്പെടുന്നവരോട് ഒരൽപ്പം ദേഷ്യപ്പെട്ടാൽ മതി. കാരണം ഇന്നത്തെ ശത്രു, ഹബീബ് പറയാണ്, ഹബീബക ഹൗനമ്മ, ആ ശത്രു നാളെ നിന്റെ മിത്രമായി വരും. നീ ഒപ്പം ഇരിക്കേണ്ടി വരും, നീ ഒപ്പം യാത്ര ചെയ്യേണ്ടി വരും. ഒരാളോട് ശത്രുത തോന്നിയാൽ മിതമായ രൂപത്തിൽ, ഒരാളോട് സ്നേഹം തോന്നിയാൽ മിതമായ രൂപത്തിൽ. അപ്പൊ പിണക്കങ്ങളില്ലാതെ പുറത്തു കൊടുത്ത് നമുക്ക് ജീവിക്കാം. കാരണം നാളെ പൊരുത്തപ്പെടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ളവരെ, അതിന് സമയമില്ല. അസ്രായീൽ കാത്തു നിൽക്കുകയാണ് അലൈഹിസ്സലാം. മുമ്പത്തെ പോലെയല്ല. കാലം അവസാനിക്കുമ്പോ സഡൻ ഡെത്ത്, പെട്ടെന്നുള്ള മരണം അതിവേഗം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു പ്രാർത്ഥന നടത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പരിപാടി, ഇനി ഒരുപാട് കുട്ടികളുടെ പരിപാടി ഉണ്ട്, അതിലാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്റ്റീൽ ബാർക്ക് ബാബു അവരാണ് ഫസ്റ്റ് നേടി എല്ലാവർക്കുള്ള സമ്മാനം. ഫോർബി ഷാജി എന്നവരാണ് സെക്കൻഡ് നേടിയവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തത്. അതുപോലെ അമീൻ ജ്വല്ലേഴ്സ്, ഫാൻസി ഹൗസ് ജാഫർ, എസ് കെ യൂസഫ് മാണിയമ്പലത്ത്, ഹബ്ബുർ റസൂൽ, നമ്മുടെ ഫാദർ ആൻഡ് മദർ PTA, അൽഹംദുലില്ലാ അവരൊക്കെ വളരെ സജീവമായി നിന്നിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിലുള്ള കഠിനാധ്വാനത്തിലാണ്. അവരോടൊപ്പം ചേർന്ന് യുവ കൂട്ടായ്മകൾ, വനിതാ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് 56 ലക്ഷം 57 ലക്ഷം സ്വലാത്ത് ചൊല്ലി ഈ വിശുദ്ധമായ റബീഇനെ വരവേറ്റ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ബന്ധന്മാർക്കും 1000 ലൈക്ക് സമ്മാനിക്കാനും ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. അടുത്ത വർഷം നിങ്ങളത് 1 കോടിയാക്കിയാൽ അത് വലിയ സന്തോഷമായിരിക്കും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا الله يا رحمن يا رحيم. മദ്ഹുർ റസൂൽ സദസ്സ്, കുട്ടികളുടെ പാട്ട് കേട്ട, ബുർദ നടക്കാനിരിക്കുന്ന, മൗലിദ് നടന്ന,
അല്ലാഹുവേ ഒത്തിരി ഒത്തിരി സൽക്കർമ്മങ്ങൾ നടന്ന ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഇതിലേക്ക് വലിയ വലിയ സംഭാവനകൾ നൽകിയവർ, അരി നൽകിയ കുടുംബമുണ്ട്, ഇറച്ചി നൽകിയവരുണ്ട്. റബ്ബേ ഒരുപാട് സംഭാവനകൾ സമ്മാനങ്ങളിലേക്ക് അല്ലാതെ പള്ളിയിൽ ചോദിച്ചപ്പോ മദ്രസയിൽ വെച്ച് പിരിവുകൾക്കൊക്കെ സജീവമായവർ, റബ്ബേ ഇതിന് വേണ്ടി ഉറക്കൊഴിവാക്കിയ കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിലെ യുവ കൂട്ടായ്മകൾ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഉമ്മമാരുടെ 57 ലക്ഷത്തോളം വരുന്ന സ്വലാത്ത് എല്ലാം കബൂലാക്കണേ അല്ലാഹ്. എല്ലാത്തിൻ്റെയും കൂലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റെല്ലാ മഹാന്മാരിലേക്കും ചേർക്കണേ അല്ലാഹ്. അവരെയൊക്കെ ദറജ ഉയർത്തണേ റഹ്മാനേ. അവരെയൊക്കെ മദതും തിരുനോട്ടവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. എല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. നിന്നെ കാണുന്നത് പോലെയുള്ള ഈമാനും യഖീനും മഅരിഫത്തിന്റെ പരമാനന്ദവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ ദിവസങ്ങളായി ഈ നാട്ടിലെ വൈവിധ്യങ്ങളാർന്ന പ്രവാചക പ്രകീർത്തന സദസ്സുകൾ നടക്കുകയാണ്, ഇഷ്ക് മജ്ലിസ് നടക്കുകയാണ്. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ ഒന്നാമത്തെ സ്നേഹം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാക്കണേ അല്ലാഹ്. അവിടുത്തെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ ജീവിതം, ആ ലളിതമായ മനോഹരമായ ജീവിതം ഞങ്ങളെ ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചുപോയി. ഈ അടുത്തായിവിടെ പറഞ്ഞ സറീനത്തയടക്കം റബ്ബേ, പള്ളിപ്പറമ്പിൽ എത്ര പേരെയാണ് ഞങ്ങൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ പള്ളിക്കായി കഷ്ടപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവരുടെ പപ്പമാരുമ്മമാര്. യാ അല്ലാഹ്, ഇവിടെ നടക്കുന്ന സകല സുഹൃത്തുക്കളുടെയും കൂലി ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ എത്തിക്കണേ അല്ലാഹ്. അവരെയൊക്കെ കബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയമാക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെ മക്കളും വേറെ മക്കളും ഒക്കെ വന്നിരിക്കുന്ന ഈ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സദസ്സ് കണ്ട് ആറടി മണ്ണിനെ തുള്ളിച്ചാടാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പൊന്നുമ്മ പൊന്നുപ്പ ഉസ്താദുമാര്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, സ്നേഹിക്കുന്നവർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാര്, റബ്ബേ ഓർത്തുപോവുകയാണ്. 6 വർഷമായി ഇവിടെ സർവീസ് ഞാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഞങ്ങൾ ഒരുപാട് പേർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, അവരെ കൂടെ നിൽക്കുന്ന ബാപ്പമാര്, അവർക്കൊക്കെ 2 ലോകത്തും സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു വലിയ തൗഫീഖും ബർക്കത്തും കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ വീടുകളിൽ വലിയ ബർക്കത്തും സമാധാനവും നൽകണേ അല്ലാഹ്. ജോലികളിൽ വലിയ റാഹത്ത് നൽകണേ അല്ലാഹ്. വരുമാനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പലപ്പോഴും മക്കൾക്ക് മുമ്പിൽ മാതാപിതാക്കൾ പതറിപ്പോയി പരാജയപ്പെടുന്ന കാലമാണ്. യാ അല്ലാഹ്, ഞങ്ങളെ മക്കളും ഞങ്ങളെ ശിഷ്യന്മാരുമാണ് ഞങ്ങളെ വലിയ സമ്പത്ത്. അവരെ കാണുമ്പോ 2 ലോകത്തും ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. റബ്ബേ, ഇതിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ദുആ ചെയ്യാൻ പറഞ്ഞു. വീട്ടില് പ്രയാസമുള്ളവരുണ്ട്, അതുപോലെ രോഗിയായി വീട്ടില് കിടക്കുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മ, വനിതാ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമ്മ. യാ അല്ലാഹ്,
എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകണേ അല്ലാ റബ്ബേ. അതുപോലെ നബിദിന പരിപാടികൾക്ക് സജീവമാകുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പ മുട്ടിന് വേദന വന്നിട്ട് കാലങ്ങളായി ചികിത്സയിലാണ്. ഒരു നല്ല ശമനം നൽകണേ അല്ലാ. രോഗികളുടെ രോഗങ്ങളൊക്കെ നീക്കി നല്ല ശമനം നൽകണേ അല്ലാ. നല്ല ശമനം നൽകണേ അല്ലാ. നല്ല ശമനം പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഈ സംവിധാനങ്ങൾക്കായി സഹായിച്ച എല്ലാവർക്കും റബ്ബേ, കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഇവിടെയുള്ള ഹബ്ബുർ റസൂൽ SKSSFന്റെ കൂട്ടായ്മ, വനിതാ കൂട്ടായ്മ, അതുപോലെ കുഞ്ഞുവിന്റെ സൗണ്ടാണ് സംവിധാനം, മുനീറിന്റെ മൈക്ക് സംവിധാനം, എല്ലാം കബൂലാക്കണേ അല്ലാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. അവസാനം ഞങ്ങളെ ആഖിബത്തും നന്നാക്കണേ. ജന്നത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين.